ഇന്നത്തെ വിശേഷം നമ്മുടെ ഒരു അനീതിക്കുട്ടിയായിട്ടുള്ള അംബികക്കുട്ടിയുടെ കല്യാണത്തിന്റെ ഹൽദി ആൻഡ് മെഹന്തി ഫംഗ്ഷന്റെ വിശേഷങ്ങളാണ് കേട്ടാ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ടുണ്ട്. എന്നാലും വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇപ്പോഴാണ് കേട്ടോ സമയം കിട്ടിയത്. ഇത് കണ്ട ആരും തെറ്റിദ്ധരിക്കണ്ട, ഈ ഇട്ടോണ്ടിരിക്കുന്ന കുട്ടിയല്ല കേട്ടോ കല്യാണ പെണ്ണ്. ഇത് നമ്മുടെ അംബികയുടെ ചേച്ചിയുടെ മോളാണ്. ചിറ്റയുടെ കല്യാണല്ലേ, അവളും ഒന്ന് തിളക്കട്ടെ. എവിടെ കല്യാണ പെണ്ണ്, എവിടെ കല്യാണ പെണ്ണെന്ന് ചിന്തിക്കുണ്ടാവും അല്ലെ. കാര്യം അവള് കല്യാണ പെണ്ണാണെങ്കിലേ അവൾക്ക് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ ഇവരുടെ മെഹന്തി ഇടല് കഴിയുമ്പോഴത്തേക്കും ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞുട്ടോ അവള്. അങ്ങനെ ദേ ചേച്ചിക്കും ചേച്ചിയുടെ മോൾക്കൊക്കെ ഞാൻ മെഹന്തി ഇട്ട് തീർത്തിട്ടുണ്ട് കേട്ടാ. പിന്നെ ഈ മെഹന്തി ട്യൂബും ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ട്യൂബല്ല, അത് അവര് കൊണ്ടുവന്നതാണ്. ഒരു ഓർഗാനിക് മെഹന്തിയുടെ ട്യൂബാണ് കേട്ടാ. അങ്ങനെ നമ്മുടെ കല്യാണ പെണ്ണ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അംബികയുടെ കയ്യിൽ നല്ല അടിപൊളിയായിട്ട് കൈ നിറച്ച് നല്ല ഭംഗിയായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടാ. അംബികയുടെ കാര്യം പറയാനാണെങ്കിലേ ഇപ്പൊ വളർന്നു വരുന്ന പെൺകുട്ടികളുടെ പോലെ ഒന്നല്ല കേട്ടോ അവളുടെ സിറ്റുവേഷൻ. വീട്ടിലെ കുറെ കാര്യങ്ങള് അവളാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയിൽ അവള് ചെണ്ടകൊട്ട് പഠിച്ച് അതിന്റെ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. നന്നായിട്ട് ചെണ്ട കൊട്ടും ചെയ്യും. എന്തായാലും കല്യാണത്തിന്റെ വീഡിയോ ഞാൻ ഇടാം അടുത്ത് തന്നെയായിട്ട്. അപ്പൊ അതിലുണ്ട് കേട്ടോ അവളുടെ ചെണ്ടകൊട്ടൊക്കെ. എന്റെ അഭിപ്രായത്തില് അവള് ഭയങ്കര മിടുക്കി കുട്ടിയാണ്. മിടുക്കിന്ന് മാത്രം പറഞ്ഞാ പോരാ, എല്ലാവരിൽ നിന്നും അവളെ ഡിഫറെന്റ് ആക്കണ എന്തോ ഒന്ന് അവളിലുണ്ട്. ഈ പ്രായത്തിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും പോലെ അല്ല അവള്. എന്തോ ഒരു ഡിഫറൻസ് അവളുടെ കയ്യിലുണ്ട്. അങ്ങനെ ഏകദേശം അംബികയുടെ മൈലാഞ്ചിടൽ ഏകദേശം തീരാറായിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കത്തി വെക്കുന്നുണ്ട്. സാധാരണ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ മൈലാഞ്ചിടുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ട് ഒരു മോട്ടിവേഷൻ ക്ലാസ്സും കൂടി കൊടുക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇവർക്ക് അനുഭവം കിട്ടി അത് പഠിച്ചു വരുമ്പോഴേക്കും സമയം എടുക്കുമല്ലോ. അത്രയും സമയം അവരെ വെറുതെ കളയണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങള് ഹൽദി പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും മഞ്ഞ ഡ്രസ് ഇട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട്. മഞ്ഞ എല്ലാവരും ഇടുന്ന അറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ റെഡ് ഡ്രസ് ഇട്ടിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞാനും പ്രശാന്തേട്ടനും അവിടെ എത്തിയപ്പോ അവിടെ കലക്കൻ ഡാൻസ് ആണ് എല്ലാവരും കൂടിയിട്ട്. കുറെ നേരം വീഡിയോ ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് അതും എല്ലാം കവർ ചെയ്തിരുന്നു. ലാസ്റ്റ് ഞാനും കേറി അടിച്ചു പൊളിച്ചു തുള്ളി. അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ആ മൂഡിൽ അങ്ങോട്ട് കേറി കളിച്ചതാണ്. ഫുഡ് അടിക്കാൻ ഇരുന്നപ്പോ വിളമ്പാൻ വന്നത് നമ്മുടെ പ്രശാന്തേട്ടൻ ഉണ്ടായിരുന്നു. പ്രത്യേകം എടുത്തു പറയേണ്ട രണ്ട് വ്യക്തികളും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ദാസൻ ചേട്ടനും പ്രവിച്ചേട്ടനും. പ്രശാന്തേട്ടന്റെ ചങ്കുകളാണ് കേട്ടോ ഇവരൊക്കെ. പ്രവിച്ചേട്ടനാണെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് എന്തോരം വിളമ്പിയിട്ടും മതിയാവുണ്ടായില്ല. അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോഗ്രാഫറിന്റെ കഴിവിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ മഞ്ഞക്കിളികൾ എല്ലാവരും കൂടി നിന്ന് ഇനി ഒരു ഫോട്ടോ എടുത്തേന്നും പറഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ തീർന്നു. ഇനി കല്യാണത്തിന്റെ വീഡിയോയിൽ കാണാട്ടോ.